ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന മഹത്തായ പ്രഖ്യാപനത്തോടെയാണ് ബൈബിൾ ആരംഭിക്കുന്നത്. പ്രപഞ്ചത്തിലെ എല്ലാം അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് ഈ വാക്യം മാത്രം സ്ഥിരീകരിക്കുന്നു. ആകാശങ്ങളിൽ ആകാശവും നക്ഷത്രങ്ങളും മാത്രമല്ല, സ്ഥലവും സമയവും ഗാലക്സികളും നമ്മുടെ പരിധിക്കപ്പുറമുള്ള എല്ലാ ലോകങ്ങളും ഉൾപ്പെടുന്നു. ബൈബിൾ മറ്റ് ഗ്രഹങ്ങളിലെ ജീവനെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്നില്ല. പകരം യേശുക്രിസ്തുവിലൂടെ മനുഷ്യവർഗത്തിനായുള്ള ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് പദ്ധതിയിൽ അത് പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ദൈവം തൻ്റെ സ്വന്തം പ്രതിച്ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് ഭൂമിയിലാണെന്നത് ഭൂമിയെ സവിശേഷമാക്കുന്നു. ആദാമിലൂടെ പാപം പ്രവേശിച്ചത് അവിടെയാണ്. ക്രിസ്തുവിലൂടെ രക്ഷ വാഗ്ദാനം ചെയ്യുന്നത് അവിടെയാണ്. അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ച് ശാസ്ത്രം ഊഹിക്കുമ്പോൾ തിരുവെഴുത്ത് നിശബ്ദമാണ്. ദൈവം പരിമിതനായതുകൊണ്ടല്ല, മറിച്ച് അവൻ്റെ വെളിപ്പെടുത്തൽ അവനുമായുള്ള നമ്മുടെ ബന്ധത്തെ കേന്ദ്രീകരിച്ചുള്ളതിനാൽ. ആവർത്തനം 29:29 പറയുന്നത് പോലെ, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവയത്രേ, വെളിപ്പെട്ടിരിക്കുന്നവയോ നാം ഈ ന്യായപ്രമാണത്തിൻ്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവയാകുന്നു. ഭൂമിക്കപ്പുറം ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ അത് തിരുവെഴുത്തുകൾക്ക് വിരുദ്ധമാകില്ല. പക്ഷേ നാം ഓർക്കണം, രക്ഷാചരിത്രം ഭൂമിയിലാണ് വേരൂന്നിയിരിക്കുന്നത്. ക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റ ഭൂമിയിലാണ്. അപ്പോൾ നമ്മുടെ ശ്രദ്ധ ഊഹാപോഹത്തിലല്ല, മറിച്ച് ദൈവം വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്നതിലുള്ള വിശ്വസ്തതയിലാണ്. സങ്കീർത്തനം 19:1 പറയുന്നത് പോലെ, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു.